ഹലോ, നിദ്ര ടോക്സ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തി കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? യുഎസിൻ്റെ വക്കത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ടെങ്കിലും നമ്മളെ നിധിക്ക് ആ വീടുമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് തന്നെ ഉണ്ട് അല്ലേ? എന്തായാലും ആ വീടിനൊന്ന് ആകെ അടിമുടി മാറ്റാൻ നമ്മളെ നിധി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ആ വീട്ടിലെ എല്ലാവരുടെയും ക്യാരക്ടറും അതുപോലെ തന്നെ അവരുടെ ശീലങ്ങളും എല്ലാം നിധി മാറ്റിയെടുത്തിട്ടുണ്ട്. പതുക്കെ പതുക്കെ എല്ലാവരും അതിനോട് പൊരുത്തപ്പെട്ട് തുടങ്ങിയിട്ടുമുണ്ട്. നമ്മളെ നിധി രാവിലെ കുളിച്ച് വരുമ്പോൾ നമ്മളെ സുഭാഷ് ചേട്ടനുണ്ട് കടന്നു വരുന്നത്. അപ്പോൾ സുഭാഷ് ചേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഞാൻ കുളിക്കാൻ പോകുമ്പോൾ ആരും എണീറ്റിട്ട് പോലും ഇല്ലായിരുന്നല്ലോ എന്ന്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പാലായിട്ടാണ് വരുന്നത്. അപ്പോൾ സുഭാഷ് ചേട്ടൻ പറയുന്നത്, അവരെല്ലാവരും ഇപ്പം എണീറ്റ് കുളിക്കാൻ വേണ്ടിയിട്ട് കിണറ്റുകരയിൽ നിൽക്കുന്നുണ്ട്, എല്ലാവരും കുളിച്ച് തുടങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ചെയ്തു തുടങ്ങിയാൽ അവരുടെ ശീലങ്ങളൊക്കെ മാറും. ഇങ്ങനെ അവർ ചെയ്തു തുടങ്ങിയത് അവരുടെ റൂട്ടീനായിട്ട് മാറുന്നത് നമ്മളെ നിധി പറയുന്നുണ്ട്. ഹരീഷാണെങ്കിൽ കുളിച്ചിട്ട് വിളക്ക് കത്തിക്കുന്നത് കാണുമ്പോൾ നമ്മളെ നിധിക്ക് നല്ല സന്തോഷമാണ്. അവരൊക്കെ ആകെ മാറിയെന്ന് നിധിക്ക് തോന്നുകയാണ്. ഹരീഷ് വിളക്ക് കത്തിച്ച് ഭക്തിഗാനമൊക്കെ ഇടുന്നുണ്ട്. അത് കാണുമ്പോഴും നിധിക്ക് നല്ല സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നിധിയെ കാണുമ്പോൾ ഭക്തിഗാനം അവിടെ ഹരീഷ് ഓഫ് ചെയ്യാണ്. അപ്പോൾ നിധി ചോദിക്കുകയാണ്, എന്തിനാ ഓഫാക്കിയ, നല്ല പാട്ടല്ലേ എന്ന് പറയുമ്പോൾ വീണ്ടും പ്ലേ ചെയ്യണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പ്രാർത്ഥിക്കുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ കടന്നു വരുന്നുണ്ട്. സുഭാഷ് ചേട്ടൻ നമ്മളെ നിധിക്ക് ചായ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സുഭാഷ് ചേട്ടനും പ്രാർത്ഥിച്ചിട്ട് പോവുകയാണ്. ഞാൻ വീട്ടിലേക്ക് മാവ് കുഴക്കട്ടെ എന്ന് പറഞ്ഞ് പോവുകയാണ്. ആകപ്പാടെ ആ വീടിൻ്റെ അവസ്ഥ ഇപ്പോൾ ടോട്ടലി മാറിയിട്ടുണ്ട്. നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ നമുക്ക് ആ വീട്ടിലിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി മുറ്റത്തേക്ക് നോക്കുമ്പോൾ മുറ്റമൊക്കെ നല്ല ക്ലീനായി നീറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് സുധീഷ് അങ്ങോട്ട് കടന്നു വരുമ്പോൾ സുധീഷാണ് അടിച്ചു വാരിയത് എന്നുള്ള ഒരു രീതിയിലാവും നിധി ചിന്തിക്കുന്നത്. സുധീഷാണെങ്കിൽ അതെ, ഞാനാണ് അടിച്ചു വാരിയത്, എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങളാണ് അടിച്ചു വാരിയതെങ്കിൽ നന്നായിട്ടുണ്ട് എന്നൊക്കെ നമ്മളെ നിധി പറയാണ്. പക്ഷേ ആ സമയത്താവും നികേഷ് അങ്ങോട്ട് വരുന്നത്. ആ താങ്ക്സ് എന്നോട് പറയണം. അത് കേട്ടിട്ട് സുധീഷിന് ആകെ ചമ്മലായി. സുധീഷ് അയ്യോ മിണ്ടല്ലടാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നികേഷ് പറയും, ഞാനാണ് ഇവിടെയൊക്കെ തൂത്തുവാരിയത്. സുധീഷിന് ആകെ ചടപ്പായി. അവന് പറയും, ഞാൻ ബാക്കിലാണ് തൂത്തുവാരിയതെന്ന്. എവിടെ, അവിടെയും ഞാൻ തന്നെയാണ് ചെയ്തത് നമ്മൾ നികേഷ് പറയും. സുധീഷാണെങ്കിൽ നമ്മളെ നിധിയോട് നന്നായിട്ട് തള്ളി മറിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പെണ്ണുങ്ങൾ മാത്രം തൂത്തുവാരണം എന്നുള്ള യാതൊരു നിയമവും ഇല്ല, ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസമൊന്നും പണിയെടുക്കുന്നതിൽ ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല തള്ളി മറിച്ചിട്ടുണ്ട്. നിധിക്ക് അപ്പം തന്നെ കാര്യം മനസ്സിലായി. നിധി പറയുന്നുണ്ട്, ഓ തള്ളിയത് മതി, എനിക്ക് താങ്ങാനാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവന് നല്ല ചടപ്പായിട്ട് അവൻ അവിടുന്ന് സ്ഥലം വിടുകയാണ്. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായിട്ട്. പിന്നെ നമ്മളെ സുഭാഷ് ചേട്ടൻ അലക്കാനുള്ള തുണിയുമായിട്ട് ബക്കറ്റായിട്ട് വരുന്നുണ്ട്. നികേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിൻ്റെ വല്ലതും ഉണ്ടോടാ എന്ന്. നികേഷ് പറയുന്നത്, എൻ്റെ ഞാൻ സ്വയം തിരുമ്പിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. ഹരീഷാണെങ്കിലും സ്വയം ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ സുധീഷാണെങ്കിൽ അവൻ്റെ ഡ്രസ്സും കൂടി സുഭാഷ് ചേട്ടൻ്റെ ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നിധിക്ക് ദേഷ്യം വരികയാണ്. നിധി പറയാണ്, സ്വന്തമായിട്ട് അലക്കണം, എന്താണ് രാവിലെ മുതൽ ഈ വീട്ടിലെ എല്ലാ ജോലികളും സുഭാഷ് ചേട്ടനല്ലേ ചെയ്തത്, ചെറുപ്പം മുതലേ എല്ലാ ജോലികളും സുഭാഷ് ചേട്ടനും ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളെ മുതലെടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ചിട്ടയോട് കൂടിയിട്ടുള്ള ഒരു മര്യാദ ആ വീട്ടിലുള്ള എല്ലാവരെയും നമ്മളെ നിധി പഠിപ്പിക്കുകയാണ്. ആ സമയത്ത് അസ്കറിനച്ഛൻ പുറത്തേക്ക് തുപ്പുന്നത്. അപ്പം നമ്മളെ നിധിക്ക് അത് കണ്ട് ദേഷ്യം വരികയാണ്. അപ്പം നിധി പറയുകയാണ്, നിങ്ങളെയും കൂടി കൂട്ടിയിട്ടാണ് ഞാനിതൊക്കെ പറയുന്നതെന്ന് പറയുമ്പോൾ, ഇത് എൻ്റെ വീടാണ്, ഇവിടെ എൻ്റെ റൂൾസാണ്, ഞാൻ എന്ത് വിചാരിക്കുന്നു അതേ ഞാൻ ചെയ്യുള്ളൂ, എൻ്റെ ഭാര്യയുള്ള സമയത്ത് പോലും എന്നെ ഇങ്ങനെ പഠിപ്പിക്കാൻ വന്നിട്ടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഇംഗ്ലീഷും വാരി തരുന്നുണ്ട് നമ്മളെ ഭാസ്കരനച്ഛന്. അപ്പം നിധിക്ക് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ ബാക്കി എല്ലാവരും ഇത് കേട്ടിട്ട് മിണ്ടാതെ നിൽക്കുകയാണ്. പക്ഷെ നിധിക്ക് പറയാനുള്ള അവൾ സ്ട്രെയിറ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ വീടിനെ കൂടുതൽ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നിധി ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.